അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് സംസാരിക്കുന്നത്. അതായത് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നിസ്കരിക്കുന്നു, പക്ഷേ നിസ്കാരത്തിലേക്ക് വേണ്ടി നമ്മൾ കൈകെട്ടിയത് മുതൽ ഒരൽപ്പം കഴിയുമ്പോൾ തന്നെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകുന്നുണ്ട്. നല്ല ഫോക്കസായി നല്ല ശ്രദ്ധയോടെ കൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്നാൽ ഇങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റാതിരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതായത് നല്ല ഇഖ്ലാസോടെ കൂടെ ആത്മാർത്ഥതയോടെ കൂടെ നിസ്കരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കൃത്യമായി ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ നിസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥതയോടെ കൂടെ നമുക്ക് നിസ്കരിക്കാൻ പറ്റും. ഒരു മുസ്ലിം എന്ന നിലക്ക്, ഒരു മുഅ്മിൻ എന്ന നിലക്ക് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം കൂടിയാണല്ലോ അത്. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രൂപത്തിൽ അവനെ ഓർത്തുകൊണ്ട് നല്ല ശ്രദ്ധയോടെ കൂടെ ഇബാദത്ത് ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എല്ലാവരുടെയും ആദ്യം തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, ഒരു പക്ഷേ നമ്മൾ എത്ര കുറഞ്ഞ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവരാണെങ്കിൽ പോലും ഈ വീഡിയോ കൃത്യമായി കാണണം. കാരണം ഒരു മുസ്ലിം എന്ന നിലക്ക് 5 വക്ത് ഫർള് നിസ്കാരം, അതായത് ചുരുങ്ങിയത് ഒരു ദിവസം 17 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. മനസ്സിലാക്കണം, ആ 5 വക്ത് ഫർള് നിസ്കാരം നമ്മൾ നിസ്കരിക്കുന്നവരാണ്. എന്നാൽ അത് മാത്രമാണ് നിസ്കരിക്കുന്നതെങ്കിൽ പോലും അത് തന്നെ കൃത്യമായി ഇഖ്ലാസോടെ കൂടെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് പോലും പല ആളുകളുടെയും പ്രശ്നമാണ്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്, ഇതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി എല്ലാ വിഷയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിസ്കാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ നിസ്കാരം കൃത്യമായി നല്ല ഇഖ്ലാസോടെ കൂടെ നിസ്കരിക്കുക എന്നുള്ളത് വിജയിക്കുന്നതിൻ്റെ, അതായത് വിജയിച്ചവരുടെ മുത്തഖീങ്ങളുടെ ഒരു ലക്ഷണം കൂടിയാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നല്ല രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റണം. അതിനുവേണ്ടി നിസ്കാരത്തിൽ ശ്രദ്ധ തെറ്റിപ്പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത്, നിസ്കാരത്തിന് പുറത്ത്, അതായത് നിസ്കാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിലല്ല, അല്ലാതെ മറ്റു സമയങ്ങളിലൊക്കെ നമുക്ക് തഖ്വ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന നല്ല ഒരു രീതിയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് ഹറാമുകൾ കാണുക, ഹറാമുകൾ കേൾക്കുക, ഹറാമായ കാര്യങ്ങൾ സംസാരിക്കുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, മനസ്സിൽ അസൂയയും അതേപോലെ തന്നെ മറ്റു മോശമായ സ്വഭാവങ്ങളും കൊണ്ട് നടക്കുക തുടങ്ങി നമ്മുടെ മനസ്സ് മോശമാകുന്നിടത്ത്, നമ്മുടെ ഓരോ അവയവങ്ങളും മോശമാകുന്നിടത്ത്, നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ സംഭവിക്കുന്നിടത്ത് നമുക്ക് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിലും അത് ഇഖ്ലാസ് കിട്ടുന്നതിന്, ആത്മാർത്ഥത കിട്ടുന്നതിന് അത് വലിയൊരു തടസ്സമായി മാറുന്നു. അതായത് നമ്മുടെ പക്കൽ നിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് മാക്സിമം തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് തർക്കുമാലായോഗനി, അതായത് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തെയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്യണോ എന്നർത്ഥത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അപ്പോൾ ഒരാളെയും കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കുക, മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കുക. ഇങ്ങനെയാകുമ്പോൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നല്ല സമാധാനം ലഭിക്കും, നമ്മുടെ തെറ്റുകൾ മാക്സിമം കുറയും. അതേപോലെ തന്നെ ഹറാമുകൾ കാണുന്നതിൽ നിന്ന്, ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാം. ഇങ്ങനെ തെറ്റുകൾ കുറച്ചുള്ള ജീവിതം, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നമ്മൾ വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിസ്കരിക്കുമ്പോൾ നമ്മൾ തയ്യാറെടുക്കേണ്ട ചില രീതികളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നല്ല വൃത്തിയോടെ കൂടെ നിസ്കരിക്കുക എന്നുള്ളതാണ്. വൃത്തി എന്ന് വെച്ചാൽ ഉളൂ ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഘടകമാണ്. അതിനു മുമ്പ് തന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ ടോയ്ലറ്റുകളിലൊക്കെ പോകാനുണ്ടെങ്കിൽ നമസ്കാരത്തിന് മുമ്പ് തന്നെ പോയി
നന്നായി വൃത്തിയായി, അതേപോലെ തന്നെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച്, അലക്കിയിട്ടൊക്കെയുള്ള വസ്ത്രമാണെങ്കിൽ അങ്ങനെ നല്ല അലക്കി ഉണക്കിയ വസ്ത്രമാണെങ്കിൽ അങ്ങനെ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് അങ്ങനെ നല്ല വൃത്തിയായ രൂപത്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കുക. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്കരിക്കുമ്പോൾ നല്ല വൃത്തി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതേപോലെ തന്നെ സുന്നത്തായ കാര്യങ്ങൾ, ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ മാക്സിമം തലമറച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാനുള്ള പ്രത്യേകം ശ്രമം നടത്തുക. ചുരുങ്ങിയത് ഒരു തൊപ്പി അല്ലെങ്കിൽ ഒരു ടവൽ എങ്കിലും നമ്മൾ പ്രത്യേകം കരുതുക. അങ്ങനെ തലമറച്ചുകൊണ്ട് തന്നെ നിസ്കരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത്. അതായത് നിസ്കരിക്കുമ്പോൾ നല്ല വൃത്തിയോടെ കൂടെ നിസ്കരിക്കുക. അതേപോലെ തന്നെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള നിസ്കാരം തന്നെ നിർവഹിക്കുക. പിന്നെ മാക്സിമം ഒരു മറ മുമ്പിൽ ഉണ്ടായിരിക്കുക. അതായത് ഇത് ഇനി പള്ളിയിലോ മറ്റെവിടെയെങ്കിലും നിസ്കരിക്കുകയാണ്, മുമ്പിൽ തുറന്നൊരു സ്ഥലമാണ്, ഒരു മറയില്ല എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ഒരു എന്തെങ്കിലും മുമ്പിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ടെങ്കിൽ അവിടെ പോയി നമ്മൾ വെച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു മറ നമ്മൾ അവിടെ സ്ഥിരപ്പെടുത്തുക. അപ്പോൾ നിസ്കരിക്കുന്നതിന് മുമ്പിൽ മാക്സിമം എന്തെങ്കിലും മറയുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ തയ്യാറെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇനി മറ്റൊന്ന് വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നജസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നജസ് ഇല്ല എന്നുള്ളത് പൂർണ്ണമായും ഉറപ്പ് വരുത്തുക. അതായത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഇഖ്ലാസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇതിനെല്ലാം പുറമെ നമുക്കെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുന്നതിന് മുമ്പായിട്ട് ഉളൂ പൂർണ്ണമായ രൂപത്തിൽ തന്നെ ഉളൂ ചെയ്യുക. അതായത് അതിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഉളൂ നമ്മൾ ചെയ്യുക. അത് നമസ്കാരത്തിൽ ഇഖ്ലാസ് കിട്ടുന്നതിൽ വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത് ഫർദ് നമസ്കാരങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ പറ്റുമെങ്കിൽ അതിനു മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ എല്ലാവരും നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അങ്ങനെ പറ്റുന്ന ആളുകളൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി പറ്റുന്നില്ല എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പൂർണ്ണമായ രൂപത്തിൽ ബാങ്കും ഇക്കാമത്തും കൊടുക്കുക. സ്ത്രീകളാണെങ്കിൽ ഇക്കാമത്ത് കൊടുക്കുക, പുരുഷന്മാരാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും പൂർണ്ണമായ രൂപത്തിൽ കൊടുക്കുക. ഇതൊക്കെ ഈ പ്രവർത്തനങ്ങൾ, അതായത് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം, ബാങ്കും ഇക്കാമത്തും കൊടുക്കുക, ഇതൊക്കെ യഥാർത്ഥത്തിൽ സുന്നത്ത് നിസ്കരിക്കുന്നു, ബാങ്ക് കൊടുക്കുന്നു, ഇക്കാമത്ത് കൊടുക്കുന്നു, ഇതിനെല്ലാം പുറമെ നമ്മൾ ഫർളായ നമസ്കാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. ആവശ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ബാങ്കും ഇക്കാമത്തൊക്കെ കൃത്യമായി നമ്മൾ കൊടുക്കുക. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ദുആക്ക് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങൾ. ഒന്ന്, നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. അതായത് സുജൂദിൻ്റെ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ നോക്കുക. നമ്മൾ ഇങ്ങനെ തിരിഞ്ഞൊന്നും നോക്കാതെ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ നോക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, നമുക്ക് ചില ദിക്റുകളുടെയൊക്കെ നമുക്ക് അർത്ഥം അറിയുന്നുണ്ടാകും. നമ്മൾ അങ്ങനെ നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകളുടെയൊക്കെ അർത്ഥം നമ്മൾ മാക്സിമം ചിന്തിക്കുക, അറിയുന്ന അർത്ഥങ്ങളൊക്കെ ചിന്തിക്കുക. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, എല്ലാവരും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന രൂപത്തിലാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്. ആ രൂപത്തിലായി നമ്മൾ നിസ്കരിക്കുക. നിസ്കാരത്തിന് മുമ്പിൽ ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും തീർച്ചയായും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മിലുണ്ടായിരിക്കുക. ഇതൊക്കെ നിസ്കാരത്തിൻ്റെ ഖുശൂവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്കറിയില്ല നമ്മൾ എപ്പോഴാണ് മരണപ്പെടുക, നമ്മുടെ അവസാനം എപ്പോഴായിരിക്കും ഒന്നും അറിയില്ല. ഇതെൻ്റെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമായി പോയാലോ എന്ന് തന്നെ ആലോചിച്ച്, ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായിരിക്കാം എന്ന് തന്നെ ആലോചിച്ച് നമ്മൾ ഓരോ നിസ്കാരത്തിലേക്കും പ്രവേശിക്കുക. അങ്ങനെ എല്ലാ നിസ്കാരങ്ങളും വളരെ ഇഖ്ലാസോടെ കൂടെ നമ്മൾ നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ നിസ്കരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഖുശൂ ലഭിക്കും. ഈ ശ്രദ്ധ തെറ്റിപ്പോകില്ല. നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്നത് വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായ പല കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെട്ടു.
അത് അങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യേണ്ട പല വിഷയങ്ങളും പല ഘട്ടങ്ങളിലായി നമ്മൾ മറന്നു പോവുകയും ആർക്കെങ്കിലും പണം കൊടുത്തതോ ആരെങ്കിലും നിന്നും പണം കിട്ടാനുള്ളതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ളതോ അല്ലെങ്കിൽ ഇങ്ങോട്ടെന്തെങ്കിലും ആവശ്യങ്ങൾ വേണ്ടതോ തുടങ്ങി പല വിഷയങ്ങളും നമ്മൾ നമസ്കാര സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയും അങ്ങനെ നിസ്കാര സമയത്ത് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോവുകയും ചെയ്യുന്ന വളരെ വേദനാജനകമായ ഒരു അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിസ്കരിക്കുന്ന ആ സമയത്ത് അല്ലാത്ത സമയങ്ങളിലുള്ള നമ്മുടെ മുഴുവൻ സമയങ്ങളിലും നല്ല തഖ്വ കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ കൂടി നമ്മൾ ശ്രമം നടത്തുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. അത് നമ്മുടെ നിസ്കാരത്തെ മാത്രമല്ല മറ്റെല്ലാ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് അത് ഇഖ്ലാസ് സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണെന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയുക. ഒപ്പം നമ്മൾ മാക്സിമം നമസ്കാരത്തിലേക്ക് വന്നാൽ ഭൗതികമായ എല്ലാ ചിന്തകളിൽ നിന്നും മാറുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വഴിയാണ് സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നോക്കി നിസ്കരിക്കുക. മറ്റൊന്ന് അറിയുന്ന അർത്ഥങ്ങളൊക്കെ ചിന്തിക്കുക. അങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിച്ച് നിസ്കരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാം. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി നിസ്കരിക്കുമ്പോൾ കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളും അതിൻ്റെ ദിക്റുകളും ഒക്കെ ഞാൻ നേരത്തെ പല വീഡിയോകളിലായി സംസാരിച്ചിട്ടുണ്ട്. നിസ്കാരത്തിൽ ചൊല്ലേണ്ട ദിക്റുകളെ പറ്റിയൊക്കെ അതൊക്കെ അറിയാത്തവരാണെങ്കിൽ മാക്സിമം പഠിക്കാനുള്ള ശ്രമം നടത്താം. അങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ച് നിസ്കരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകും, സമാധാനം ഉണ്ടാകും, അള്ളാഹു ഐശ്വര്യങ്ങൾ ഏറ്റിത്തരും. അങ്ങനെ ജീവിതത്തെ അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലാക്കി മാറ്റുവാനും അവസാനം ഈമാനോടുകൂടെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട മുഖം കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാനും അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരുടെയും ദുആ വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.